ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞ സ്പോയിലർ ആവും. പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടൊന്നും തോന്നിയില്ല. ഇപ്പോൾ ഈ വെട്ടും കുത്തും കഞ്ചാവുള്ള പടത്തിനെക്കാട്ടും ഒരു കുടുംബപദം. ഇപ്പോഴത്തെ ഈ ഒരു അടി ബഹളം കുറച്ചായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ അധികം നമുക്ക് വളരെ കേൾക്കാൻ സുഖകരമല്ലാത്തൊരു വാർത്തകളാണ്. കുഴപ്പമില്ല. അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടൊന്നും തോന്നിയില്ല. കാണാൻ സാധാരണ ഒരു മരണ വീട്ടിൽ കാണുന്ന കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. രസമുണ്ട്, കോമഡിയാണ്, വളരെ എൻ്റർടൈനിങ് ആണ്, ടൈം പോകുന്നത് അറിയുന്നില്ല. എന്തായാലും എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ്. ആത്മസഹവും നല്ലൊരു പടമായിരുന്നു. പടം നല്ലൊരു പടമാണ്. കാരണം ഇപ്പോൾ ഈ വെട്ടും കുത്തും കഞ്ചാവുള്ള പടത്തിനെക്കാട്ടും ഒരു കുടുംബപദം പടം. അതുപോലെ തന്നെ നല്ല കോമഡിയുണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗോപുകരനാണ് ഇതിൻ്റെ സംവിധാനവും പ്രൊഡക്ഷനും എല്ലാം ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. ഫസ്റ്റ് ഷോ അല്ലേ, അപ്പോൾ ഇനിയുമുള്ള റിവ്യൂ നോക്കാം. എല്ലായിടത്തും നിന്ന് കണ്ടിട്ട് രഞ്ജി സാറ് അത്യാവശ്യം നല്ല റേഞ്ചിൽ ഓക്കെയാണ്. എല്ലാം ഫാമിലി എൻ്റർടൈനിങ് ആണ് ഫുൾ ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നത്. അറിയാമല്ലോ, പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ആൾക്കാർ പല രീതിയിൽ ചിന്തിക്കും, പക്ഷെ അങ്ങനെയല്ല. പൊളിറ്റിക്സ് പറഞ്ഞു പോകുന്നുണ്ട്, അതിൽ കൂടെ തന്നെ ഫൺ പാർട്ട് എല്ലാം ത്രൂ ഔട്ട്. പോസ്റ്റർ കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാം കൊമേഡിയൻസ് എല്ലാവരും ഉണ്ട്. സോ വൺ ടൈം വാച്ചബിൾ ആണ്. ശരിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ പറഞ്ഞ സ്പോയിലർ ആവും. എങ്കിലും ലൈക്ക് നമ്മൾ ഈ പൈസയുടെ കൂടെ പൈസ ഇല്ലെങ്കിൽ തന്നെ നമ്മളുടെ സ്വത്തുക്കളുടെ പുറകെ പോകുന്ന കുറേ ബന്ധുക്കളുണ്ടല്ലോ, അവരുടെ സ്റ്റോറീസ് തന്നെ പറഞ്ഞു പോകുന്നു. അങ്ങനെ എടുത്തു പറയേണ്ട എലമെൻറ്റ്സ് ഒന്നും ആയിട്ട് തോന്നില്ല ചേട്ടാ. മൊത്തം ഒരു ഫൺ പാർട്ടാണ്. ഒരു സംഭവം ഉണ്ടാവുന്നു ആ വീട്ടിൽ, അത് സംബന്ധമായ കുറച്ച് ഫൺ പാർട്സാണ് ത്രൂ ഔട്ട് പോകുന്നത്. തൃപ്തിപ്പെടുത്തും, ഷുവറായിട്ട് തൃപ്തിപ്പെടുത്തും. ഞാനും ഫസ്റ്റ് ടൈമാണ് ആസ് എ പ്രേക്ഷക കാണുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, ഒരു കോമഡി സബ്ജക്റ്റ് ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് കുറച്ച് നമുക്ക് രാഷ്ട്രീയപരമായിട്ടും ഫാമിലിപരമായിട്ടൊക്കെ ഒരു മെസ്സേജ് തരുന്നൊരു സിനിമയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റാർസ് ഇതിൽ അണിനിരന്നിട്ടുണ്ട്. രഞ്ജി പണിക്കർ സർ, നോബി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, മഞ്ജു പത്രോസ്, അങ്ങനെ ഒരു വൻ താരനിരയുണ്ട്. പിന്നെ ഇതിൽ സ്പെഷ്യൽ എനിക്ക് എടുത്തു പറയേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ, അതായത് ഗോപു കിരൺ ആൻഡ് ആഷൻ കിരൺ. ഒരു വൺ ടൈം ഡെഫിനറ്റ്ലി ഒരു ഫീൽ ഗുഡ് മൂവിയാണ് നമുക്ക് പറയാം. കാരണം ഇപ്പോഴത്തെ ഈ ഒരു അടി ബഹളം നമ്മളിപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പം കുറച്ചായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ കുറേ അധികം നമുക്ക് വളരെ കേൾക്കാൻ സുഖകരമല്ലാത്തൊരു വാർത്തകളാണ്. അപ്പോൾ അതിൻ്റെ ഇൻഫ്ലുവൻസ് സിനിമയിൽ നിന്ന് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡ്രഗ് യൂസ് ആണെന്ന് പറയാം. അപ്പോൾ സിനിമയിൽ നിന്ന് വരുന്നൊരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ശരിക്കും ഡെഫിനറ്റ്ലി യങ്ങർ ജനറേഷന് കുറച്ചും കൂടെ ഫാമിലീൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും ഒരു എന്താ പറയുക, ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അവയർനെസ് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനെ ഒരു സീരിയസ് സബ്ജക്റ്റ് അല്ല, വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരുപാട് കോമഡി ഇൻസ്റ്റൻസ് നിറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. സോ എല്ലാവരും വന്ന് കാണാം. ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു പടമാണ്, ഫാമിലി എൻ്റർടൈനറാണ്. പിന്നെ കുറച്ച് കോമഡിയും എല്ലാം ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു പടമാണ്. ഓഡിയൻസിന് എല്ലാവരും വീട്ടിൽ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഒരു മരണം നടക്കുന്നതും 16 വരെ ഉള്ളതിൻ്റെ ചടങ്ങും അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും തമാശകളും എല്ലാം കൂടെ ഒരു ഉൾക്കൊണ്ടുള്ള ഒരു പടമാണിത്. അത് കുടുംബ പ്രേക്ഷകർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് വേറെ സ്റ്റണ്ട് പരമായിട്ടുള്ള കാര്യങ്ങൾ അടിയൊന്നും ഇപ്പോഴും ചർച്ച വിഷയം അതാണല്ലോ. അപ്പോൾ അതൊന്നുമില്ല. പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു പടമാണ്. കാരണം അവർക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും ആ സംഭവം. ആത്മഹ മനോഹരമായ ചിത്രമാണ്. രാഷ്ട്രീയവും അതുപോലെ തന്നെ ഹാസ്യവും സമ്പൂർണ്ണമായിട്ട് കലർത്തിയ ഒരു ജീവിത ചിത്രം പറയുന്ന ഒരു കഥയാണ് ശരിക്കും ഇതിനകത്തുള്ളത്. പടം മൊത്തത്തിൽ വളരെ മനോഹരമായ പടമാണ്. ധാരാളം പേര് കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇത് തീർന്നു കഴിഞ്ഞ ഉടനെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഗോപുകിരനും അതുപോലെ രഞ്ജി പണിക്കർ സാറും എല്ലാം മനോഹരമായിട്ട് ഈ ചിത്രത്തിൽ ഇത് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രമാണ്. എല്ലാവരും ഇത് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.